ഗുയിസ് ഓണാശംസകൾ. ഞാനിങ്ങനെ ഓണം അറ്റയറൊക്കെ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിച്ചു, പക്ഷെ വിജയിച്ചില്ല. വിഗ് കുറച്ച് ചതിച്ചു ചതിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ നടക്കുമ്പോൾ കുറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിലെനിക്ക് ഭീകരമായി തോന്നിയതാണ് ഈ ഡിവോഴ്സും അതിനെക്കുറിച്ച് വരുന്ന പ്രശ്നങ്ങളും. ഇതാരുടെ എമ്പതിയും കിട്ടാനോ കാട്ടാനോ ഒന്നുമല്ല. ഞാൻ ഈ ഒരു 15-16 ഇയേഴ്സായിട്ട് അനുഭവിച്ചു വന്ന നരകയാതനകൾ. കറക്റ്റ്? നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദിസ്. ആക്ച്വലി ഐ വാസ് എൻജോയ്. ഞാനിങ്ങനെ അതൊന്നും വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ബക്കാസ് പുനരഭി ജനനം, പുനരഭി മരണം, ബാക്കി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദാറ്റ് ബ്യൂട്ടിഫുൾ മന്ത്രാസ്. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വന്നത് എന്നെ ഈ കുറേ 2 ആഴ്ചയായിട്ട് ഞാൻ കുറച്ച് മഹത് വചനങ്ങൾ കേട്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയ മഹത് വചനം ഈ ഡിവോഴ്സിങ് സിംഗിൾ മദേഴ്സിനെ കുറിച്ച് സമൂഹത്തിലെ ഉന്നതരായ മനുഷ്യർക്കുള്ളൊരു നിലപാട് എന്തെന്ന് വെച്ചാൽ, ആരെല്ലാമോ പിഴപ്പിച്ച് സന്തതികളെ ഉണ്ടാക്കി കൊടുത്ത് അതിനെയും കൊണ്ട് ദുരിതം കയറി നടക്കുന്നവർ. നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഞങ്ങൾ 10 ആൾക്കാർ കാണുക കല്യാണം കഴിച്ച് വളരെ അഭിമാനപൂർവ്വം കയറിയവരാണ്. കളഞ്ഞിട്ട് പോയത് അവരെ ആരോ തെറ്റായ രീതിയിൽ പഠിപ്പിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ബോത്ത് സൈഡ്, നമ്മുടെ സൈഡിൽ നിന്നാവാം. അപ്പം അത് ഞാൻ കേട്ട ഒരു വലിയ കാര്യമാണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് കേട്ടിട്ടുണ്ടായിരുന്നു, ഒരു വീട്ടിലൊരമ്മ തനിച്ചായിരുന്നു. അപ്പോൾ അമ്മയുടെ പുറത്തൂടെ അലമാര വീണിട്ട് അമ്മ മരിച്ചു. പിറ്റേ ദിവസം അങ്ങാണ്ടക്കണം. ഞാൻ കേട്ടൊരു കഥയാണ്. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഓൾഡ് ഏജ് പീപ്പിൾസിൻ്റെ വീട്ടിൻ്റെയൊക്കെ നടുവിൽ രാത്രി ആരും കാണാതെ ഒളിച്ചൊക്കെ നോക്കും വല്ലതുമൊക്കെ സംഭവിക്കണമെന്ന്. അതിന് കുറേ എന്താ പറയുന്നത്, സദാചാരവാദികൾ രാത്രി എങ്ങോട്ടേക്ക് പോകുന്നു. അവൻ്റെ വീട്ടിൽ അവൻ കണ്ടിട്ടുള്ളത് അങ്ങനെയായിരിക്കും, പക്ഷെ ഞാനിതാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഫേവറബിൾ ടു. ഇപ്പോൾ ഈ ഡിവോഴ്സ് സംഭവിച്ചത് കൊണ്ട് കല്യാണത്തിന് മുമ്പേ വരെ ഒരു 10 ആളെ വിളിച്ചുകൂട്ടി ഞാനൊരു കല്യാണം നടത്തുന്നതിന് മുമ്പ് വരെ എനിക്ക് സമൂഹത്തിലൊരു വില ഉണ്ടായിരുന്നു. ആ വില ഇല്ലാണ്ടായത് ഈ കൈക്കുഞ്ഞുമായി പുറത്തിറങ്ങിയപ്പോഴാണ്. അപ്പോൾ അത് ഞാൻ അനുഭവിച്ച നരകയാതനകൾ ഒരുപാടുണ്ട്. മറ്റുള്ളവരുടെ മുമ്പ് പോയി യാചിക്കുക, പിന്നെ വാടകയ്ക്ക് വീടെടുക്കാൻ ഇരക്കുക, ഇങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ഈ പരിപാടികൾ ഇനി ഒരാളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ നമ്മുടെ ഗായിക ഒരു പെൺകുട്ടിയുണ്ട്, ഒരു ഡാൻസറുണ്ട്, ഇവരെയൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചങ്ക് പൊടിയും. അപ്പോൾ ചോദിക്കും, എന്താ ഒരു കൂട്ടില്ലാതെ ജീവിക്കാൻ പറ്റില്ല? ജീവിക്കാൻ പറ്റും, പൈസ ഇല്ലാത്തവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന്. അപ്പോൾ ഇനി ഇത് ആർക്കും വരാതിരിക്കാൻ വേണ്ടി ചിലർക്കൊക്കെ ഒരുപാട് കോംപ്ലക്സ് കാര്യങ്ങളുണ്ട്. ഈ ഡിവോഴ്സ് വരുന്നതിന് കോംപ്ലക്സ് ഉണ്ട്. അതിൽ ഒരു കാര്യം ഞാനിപ്പോൾ പറഞ്ഞുതരാം, പടിയായിട്ട് പറഞ്ഞുതരാം. ഞാൻ 2 പേരെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഒരാൾ ഭയങ്കര നിയന്ത്രണങ്ങളുള്ള ചെറുതിലെ തൊട്ട് ബോർഡിംഗ് സ്കൂളിലൊക്കെ പഠിച്ച ഒരാൾ. എനിക്ക് ഈ പറയുന്ന കഥാപാത്രങ്ങളായിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ. ഇത് ഞാൻ നിങ്ങളെ പറയാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ അയാളിങ്ങനെ ബോർഡിംഗ് സ്കൂളിലൊക്കെ പഠിച്ച് ചെറുതിലെ പിന്നെ തൻ്റെ സിസ്റ്റേഴ്സിൻ്റെ മാരേജ്, കുടുംബത്തിലെ വലിയ റെസ്പോൺസിബിലിറ്റീസൊക്കെ ഏറ്റെടുത്ത് നടത്തി. പിന്നെ ഒരു കല്യാണം കഴിച്ച് വലിയൊരു വീടൊക്കെ വെച്ചു. വൈഫിന് ഒരു ജോലി മാർഗമൊക്കെ തേടിക്കൊടുത്ത് ഡിസിപ്ലിൻഡ് ആണ്, സ്ട്രിക്റ്റ് ആണ്, എവറിത്തിങ് ആണ്. ബട്ട് വൺ തിങ് നിങ്ങൾ ഈ സ്ത്രീകൾക്ക് 1 കോടി രൂപയുടെ വീട് വെച്ച് കൊടുത്താലും ഞങ്ങൾക്കത് വലിയൊരു ഇതായി കാണാനുള്ള ബുദ്ധി ചിലർക്കില്ല. പക്ഷെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് രാവിലെ 7:30 മണിക്ക്, മോളെ നീ കഴിച്ചോ, മോളെ നീ ഇന്ന് ഉടുക്കുന്ന സാരി ഏതാ, മോളെ നീ എപ്പോഴാണ് പോകുന്നത്, പറഞ്ഞിട്ട് പോണേ, തിരിച്ചു വരുമ്പോൾ എന്നെ വിളിക്കണേ, സൂക്ഷിച്ചു പോണേ. ഇതൊക്കെയാണ് നമ്മുടെ സ്ത്രീകൾക്ക് വലുതായിട്ടുള്ളത്. സോ നിങ്ങൾ ചിലപ്പോൾ 1 കോടി രൂപയുടെ വീട് കൊടുത്താലും യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. അങ്ങനെയാണ്, അതിന് നമ്മളെ കുറ്റം വന്നൊരു കാര്യമില്ല. അങ്ങനെയാണ് ദൈവം ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം അമ്മയും അച്ഛനെയും വേർപിരിഞ്ഞ് മകൻ ഭാര്യയോട് ചേരും, അല്ലെങ്കിൽ മകൾ അമ്മയും അച്ഛനെയും വേർപിരിഞ്ഞ് മകനോട് ചേരും. എന്തുകൊണ്ട് ഇത് മനസ്സിലാകുന്നില്ല ചിലർക്ക്. ഗോട്ട് ഇറ്റ്? അതൊരു കാര്യം. ആൻഡ് സെക്കൻഡ് വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ മറ്റേ ആൾ ബോർഡിംഗ് സ്കൂളിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ വളർന്നു. അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തു, കുട്ടികളെ പഠിപ്പിച്ചു, വീട് വെച്ചു, ഭാര്യയ്ക്ക് ജോലിക്കൊരു ഇതൊക്കെ ഒഴിവാക്കി കൊടുത്തു. പക്ഷേ ഭാര്യ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ്, അവർ ഡിവോഴ്സായി. അപ്പോൾ അയാൾ
കുറച്ച് കാര്യങ്ങൾ ആടെ സൈഡിലുണ്ട്. ഇനി രണ്ടാമത്തെ ആൾ, ഹീ നോസ് പെണ്ണുങ്ങളുടെ സൈക്കോളജി നന്നായിട്ട് അറിയാം. പുള്ളി ഭയങ്കര ദുരിതമായിട്ടുള്ളൊരു ജീവിതത്തിൽ ജീവിച്ച ഒരാളാണ്. അപ്പം സ്നേഹം ഒരു വീക്ക്നെസ് ആയ ആളാണ്. എങ്ങനെ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കാമെന്നും എങ്ങനെ സ്നേഹം തിരിച്ചു വാങ്ങാമെന്നും നന്നായി പഠിച്ച വ്യക്തി. ബട്ട് നത്തിങ്, ഒന്നുമില്ല, ജോലിയില്ല, പൈസയില്ല, ഒന്നുമില്ല, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഓൾവേസ് ദുരിതത്തിലാണ്. ഞാനെപ്പോഴും ചിലപ്പോൾ 50 വയസ്സ് കഴിഞ്ഞാൽ നമുക്കൊരാളുടെ കൂടെ ജീവിക്കണമെന്ന് തോന്നിയാൽ ഒരു പാരാദൂരങ്ങളുള്ള ദുരിതക്കാരനെ ആയിരിക്കും ഞാൻ തിരയുന്നത്. കാരണം എനിക്ക് നന്നായിട്ട് ദുരിതങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാളെ മാത്രമേ എനിക്ക് പറ്റുള്ളൂ എന്നൊക്കെ തെറ്റായ ചിന്തകൾ എനിക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഈ 16 വർഷം ഓണം സെലിബ്രേറ്റ് ചെയ്യാതിരിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ മണ്ടത്തരങ്ങളൊക്കെ നമ്മുടെ സൈഡിൽ നിന്ന് വന്നു പോയി. കാരണം നമ്മൾ ചോദിച്ചു ഉപേക്ഷിച്ചു പോയോ, നമ്മളെ ഒന്നിനും കൊള്ളത്തില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഉപേക്ഷിച്ചു പോയത്. അപ്പോൾ നമ്മൾ ഈ സെലിബ്രിറ്റീസിനെയൊക്കെ നോക്കും, ദൈവമേ, നമ്മൾ അവരടുത്ത് പോലും എത്തില്ല. അതൊന്നും അല്ല റീസൺ. അപ്പം ഇനി അടുത്തത് സെക്കൻഡ് ആണ്, ഇയാളുടെ കയ്യിൽ ഒന്നുമില്ല, പക്ഷേ ഹീ നോ ഹൗ ടു ട്രീറ്റ് വിമൻ. സ്നേഹത്തിൻ്റെ കൂമ്പാരം. അയാൾ എന്ത് ചെയ്യും, കറക്റ്റ് സമയത്ത് വിളിച്ച് ചോദിക്കും, ഫുഡ് കഴിച്ചോ, പിന്നെ പോകുന്നുണ്ടോ, വരുന്നുണ്ടോ, ഇൻഫോം ചെയ്യുന്നുണ്ടോ. ആൻഡ് ആകെ കൂടെ സ്നേഹത്തിൻ്റെ ഒരു കളി എന്ന് വേണമെങ്കിൽ പറയാം. അയാളുടെ പുറകെ ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. തല്ലും കൂട്ടവുമാണ് സഹോദരന്മാരെ, തല്ലും കൂട്ടവും. എന്നിട്ട് അപ്പോൾ ദിസ് ഇസ് ദ ഡിഫറൻസ്. നമ്മൾ നമുക്ക് വേണ്ടിയിട്ടൊരു വീട് വെച്ച് തരുന്നു, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നു, നമ്മൾക്ക് വേറെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു തരുന്നു, സമൂഹത്തിൽ നമുക്കൊരു വില ഉണ്ടാക്കി തരുന്നത് ഈ ഭാര്യ പദവിയാണ്. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എൻ്റെ കുറ്റം ചെയ്തു ഞാൻ. ഇത് അറിയാവുന്നവർ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഞാനിപ്പം എൻ്റെ മകനോട് പറഞ്ഞു കൊടുക്കും, മകനെ, നീ ഭാര്യയെ മോളേന്ന് വിളിക്കണം, അവൾ കഴിച്ചോന്ന് തിരക്കണം, അവൾ ഉറങ്ങിയോന്ന് തിരക്കണം, ഉറങ്ങിയില്ലെങ്കിൽ നീ ഒരു പാട്ട് പാടിക്കൊടുക്കണം, ഉറങ്ങോളം നീ പാടിക്കൊണ്ടേ ഇരിക്കണം. പിന്നെ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാനൊരു റിലേഷനിലായിരുന്ന സമയത്ത് ഞാൻ വേറൊരാളെ സ്നേഹിക്കുന്നതോ അവരോട് പെരുമാറുന്നതോ ഒന്നും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ വെൻ ഐ യൂസ് ടു cuddle babies, he used to say that no, you don't have to do like that baby. നീ അത് ചെയ്യാൻ പാടില്ല, എനിക്കത് സഹിക്കാൻ പറ്റില്ല. സോ ഞാൻ പൂത്തുലഞ്ഞു. പിറ്റേ ദിവസം ഒരാഴ്ച കഴിഞ്ഞ് കരിഞ്ഞു. സോ ഹൗ ടു ടാക്കിൾ എ വുമൺ, അതറിയുന്നവർ മാത്രമേ ഈ സമയത്ത് രക്ഷപ്പെടുന്നുള്ളൂ. ഇനി രണ്ടാമതുള്ളൊരു വില്ലൻ. ഞാൻ ഈ പറയുന്നതൊന്നും ഞാൻ അനുഭവിച്ച നരകം ഇനി വേറൊരാൾ അനുഭവിക്കരുതെന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ. എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആകത്തില്ല, എനിക്ക് 5 നയ പൈസ കിട്ടത്തില്ല. പക്ഷേ ഞാൻ അനുഭവിച്ച തുപ്പലും നിന്ദയും പരിഹാസവും പട്ടിണിയും ദാരിദ്ര്യവും ഇനി വേറൊരാൾ അനുഭവിക്കില്ലെന്ന് വിചാരിച്ചിട്ട് മാത്രമായി പറയുന്നത്. അല്ലാതെ സിമ്പതി തന്നിട്ടും കാര്യമില്ല. വർഷങ്ങളോളം ഞാൻ പോയി എൻ്റെ പാരാദൂരങ്ങൾ ഈയമിട്ട ചെവികളിൽ പറഞ്ഞു കേൾപ്പിച്ചിട്ട് അവസാനം ഞാൻ കേട്ട ഡയലോഗ്, വല്ലവനും പിഴപ്പിച്ച് കൊച്ചിനെയും ഉണ്ടാക്കി തന്നു വിട്ടാൽ ഞങ്ങൾ എന്തു വേണം? സോ ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. അമ്മമാര്, ആൺപിള്ളേര് പെൺകുട്ടികളെ സ്നേഹിക്കാനും, പെൺകുട്ടികൾ പലതരത്തിലുള്ള ആൾക്കാരാണ്. ചിലർ ലൈക്ക്, നീ കുക്ക് ചെയ്യണ്ട, പുറത്തുനിന്ന് മേടിച്ചാൽ മതി കേട്ടോ, നിൻ്റെ ആരോഗ്യം മോശമാക്കണ്ട, ഇന്നൊരു ദിവസത്തേക്ക് നീ കുക്ക് ചെയ്യണ്ട. ചിലർ, നമ്മൾ ഒരു ദിവസം കുക്ക് ചെയ്യണം, നീ അടുപ്പിലിട്ട് വേവിച്ച് തന്നാൽ മതി, എന്നിട്ട് തിന്നാൽ മതി. ചിലരങ്ങനെ. ഇനി ചിലരോ സ്നേഹത്തിൻ്റെ പൂത്തുലഞ്ഞ മരങ്ങൾ. ഇങ്ങനെ പലതരത്തിലുള്ള വ്യക്തികളാണ്. ഞാൻ പറയുന്നത്, ഒരു വർഷം നല്ല പരിചയപ്പെട്ട അടുത്തോ 2 വീട്ടിനപ്പുറം ഉള്ളവരെയൊക്കെ നിങ്ങൾ കല്യാണം കഴിച്ചാൽ മതി.
ദൂരത്തു നിന്നൊക്കെ വരുന്നവർ ഒരു 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 വർഷമെങ്കിലും എടുത്തൊന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ എന്നെ തന്നെ പീഡിപ്പിക്കുമായിരുന്നു. കാരണം 10-14 വർഷം ഞാൻ താമസിച്ചിരുന്ന വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം. ഞാൻ ജോലിക്ക് പോകുന്നു, വീട്ടിൽ വന്നിടന്നുറങ്ങുന്നു. എപ്പോഴെങ്കിലും എന്നെ പുറത്ത് കാണുന്ന ഞാൻ ഭദ്രകാളിയാകുമ്പോൾ മാത്രം, എൻ്റെ മകൻ്റെ കൂട്ടുകെട്ടുകൾ കൂടുമ്പോൾ, അല്ലെങ്കിൽ എന്നെ അവിടെ നിന്ന് താമസിക്കുന്നിടത്തുനിന്ന് മാറാൻ എന്തെങ്കിലും ഒരു റീസൺ പറയുമ്പോൾ, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് മോശമായി എന്തെങ്കിലും പറയുമ്പോൾ ഒക്കെ മാത്രം ഞാനെന്ന ഭദ്രകാളി 4 റൂമിനുള്ളിൽ പുറത്താണ്. അല്ലാത്ത വർഷങ്ങളെല്ലാം ഞാൻ വീട്ടിനകത്തായിരുന്നു. ജോലിക്ക് പോവുക, മുറിയിലിരിക്കുക. ഞാനെന്തോ പാതകം ചെയ്തു. അതെ ബാപ്രേ, ഐ കാൺ ഫൈൻഡ് ഔട്ട്. ട്രില്യൺസ് ആൻഡ് മില്യൺസ് ആർ ദെയർ ഇൻ ദ വേൾഡ്. പോയി ഏതെങ്കിലും ഒരെണ്ണത്തിനെ കണ്ടുപിടിച്ചാൽ പോരായിരുന്നോ? പക്ഷെ അവിടെ എൻ്റെ ഉള്ളിലെ കുലസ്ത്രീ ഉണർന്നു. കുട്ടിയുടെ ഭാരത സ്ത്രീകൾ, കുട്ടികളുടെ അപ്പനെ. അമേരിക്കക്കാരെ കുറിച്ചൊരു ഇത് പറയുമല്ലോ, എനിക്ക് അങ്ങനെ പറയാൻ ഇഷ്ടമല്ല. എനിക്ക് എല്ലാ നേഷൻസിനും ഇഷ്ടമാണ്. പക്ഷെ അതുപോലെ നമ്മുടെ കുട്ടികളെ പറയാൻ പാടില്ല. മനസ്സിലായോ? സോ ഐ വേസ്റ്റഡ് 10-16 വർഷം ജോലിയും എൻ്റെ മുറിയും. അത് അങ്ങനെയൊന്നുമല്ല. ഇപ്പോഴുള്ള സ്ത്രീകളൊക്കെ ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരാണെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ ഈ കോംപ്ലക്സ് തിങ്സ് ഒരുപാടുണ്ട്. നമ്മുടെ സൈഡിൽ നിന്നുമുണ്ട്, മെയിൽ സൈഡിൽ നിന്നുമുണ്ട്, ഫീമെയിൽ സൈഡിൽ നിന്നുമുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഞാനിങ്ങനെ ഓരോ വീടുകളിൽ ഇങ്ങനെ പോകുമ്പോൾ കണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഒരു പ്രതിഭാസമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമ്മളെല്ലാം ചെയ്യുന്നു, വീട് വയ്ക്കുന്നു, കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കുന്നു, ന്യായപരമായ രീതിയിലെല്ലാം ചെയ്യുന്നു, ഭാര്യയ്ക്ക് ആഹാരം കൊടുക്കുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, സമ്പാദിക്കുന്നില്ല, ജോലി ചെയ്യുന്നില്ല, ഒന്നുമില്ല, ഫുൾ ടൈം ഉറങ്ങുന്നു. പക്ഷെ മോളെ ഉറങ്ങിയോ? മോളെ ജോലിക്ക് പോയോ? നിനക്ക് വേദനിച്ചോ? ഉറക്കം വരുന്നില്ലേ? പാട്ട് പാടി തരട്ടെ? ഇതാണ് ദിസ് ഇസ് ദ ടെക്നിക് ദാറ്റ് പീപ്പിൾ ഇൻക്ലൂഡിങ് മീ. സോ ഇത് രണ്ടും മിക്സ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ആഹാരം, കിടക്കാൻ സ്ഥലം, ഉടുക്കാൻ തുണി, പ്ലസ് ദാറ്റ്. ഓക്കെ, ഹാപ്പി ഓണം. അത് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും കേട്ടോ. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഞാൻ പഠിച്ചത് ഒരു ഇടത്ത് പരാജയപ്പെട്ടു പോയവന് മാത്രമേ വിജയിച്ചവനേക്കാൾ കൂടുതൽ കഥകൾ പറയാൻ ഉണ്ടാവുള്ളൂ. സോ ബീങ് എ പരാജിത, വിൽ ബി ബാക്ക് വിത്ത് another episode. Bye bye.